ഇനി അത് എടുക്കാൻ പോവാ പ്രിയായിരിക്കും അതിന്റെ മുതലാളി. എനിക്ക് അത് കിട്ടിയിട്ട് വേണം കൊറേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. എനിക്കറിയാം ആദ്യം അങ്ങോട്ടൊക്കെ പോണേ. ആദ്യം പോകും ബാംഗ്ലൂരിലേക്ക്, അല്ല ചിന്ന വീട്, ചിന്ന വീട്ടിലേക്ക്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നൊരു ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര അല്ല കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഞാനും പ്രിയം കൂടെ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ വാങ്ങിയൊരു പുതിയ കാറാണ് ടാറ്റ നെക്സോൺ EV. അത് കൊടുത്തിരിക്കുവാണ്. 2020 വാങ്ങിയാണ്, ഡിസംബറിൽ. സോ ഓൾമോസ്റ്റ് 4 years ഉപയോഗിച്ചു. വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ, 16,000 17,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ പോയ ഉടനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന വണ്ടിക്ക് എപ്പോഴും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണുമല്ലോ. സോ അത് കൊടുക്കുന്നതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നല്ല റേറ്റ് കിട്ടിയതുകൊണ്ടാണ് കൊടുത്തത്. ആൻഡ് വി തോട്ട് ഇറ്റ്സ് എ ടൈം ഫോർ അപ്ഗ്രേഡ്. കാരണം നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രിക് വണ്ടി വാങ്ങുന്നത് നമുക്ക് കുറെ ലോങ് പോകാനും അതിനൊക്കെയാണ്. കാരണം കോസ്റ്റ് എഫിഷ്യന്റ് ആണല്ലോ. പക്ഷെ അതിൽ നടക്കുന്നില്ല. കാരണം അത് ലോങ് പോകുമ്പോൾ റേഞ്ച് ഒട്ടും ഇല്ലായിരുന്നു. പ്ലസ് അതിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ കംപ്ലൈന്റ്സ് ആയിട്ട് എനിക്ക് ഒന്നും വന്നിട്ടില്ല ഈ ഒരു വണ്ടിക്ക് ഇതുവരെ. ഇത്രയും നാൾ ഓടിച്ചിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. കിടിലൻ സർവീസ് ആയിരുന്നു. ഈ വണ്ടിക്ക് കുറച്ചുപേരൊക്കെ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. സോ ആ വണ്ടി പോയതിന്റെ ഒരു വിഷമത്തിലാണ്. പക്ഷെ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമാണ്. എന്നാൽ എന്ന് ബുക്ക് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഓബിയസ്ലി ഒരു വണ്ടി എടുക്കുമല്ലോ. സോ ഇത്തവണ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ട്. ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി തൊട്ട് നമ്മൾ ഇന്ത്യക്കുള്ളിൽ കുറെ ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ കംഫർട്ട്, സേഫ്റ്റി ആൻഡ് നല്ല ഫീച്ചേഴ്സ് ആയിട്ട് വേണ്ട ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം നമുക്ക് അത്രയും കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ട്. നെക്സോണിനെ കാട്ടി ബഡ്ജറ്റിലാണ് നമ്മളൊരു നോക്കുന്നത്. സോ പെട്രോള് എനിക്ക് ഏറ്റവും ഇഷ്ടം EV ആണ്. കാരണം EV ഓടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വേറെ ഒരു വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ലൈക്ക് ഒരു നെക്സോൺ EV ഓടിച്ചിട്ട് തന്നെ ആ ഒരു കംഫർട്ട് നമുക്കൊരു പ്രീമിയം ആയിട്ടുള്ള എനിക്കൊരു ബെൻസിലോ BMW ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് വണ്ടിയിൽ ലൈക്ക് C ക്ലാസും X1 ഒന്നും കിട്ടുന്നില്ല കംഫർട്ട്. സോ ഫസ്റ്റ് പ്രിഫറൻസ് EV ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല ഒരു വണ്ടി വേണം. എസ്പെഷ്യലി നല്ല സ്പേസ് ആയിരിക്കണം, നല്ല ടെക് ആയിരിക്കണം, നല്ല ഫീച്ചേഴ്സും വേണം. സോ ഒരു വെഹിക്കിൾ ഹണ്ടിങ് ബ്ലോഗ്. സോ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ആ സമയത്ത് പഴയ വണ്ടി കൊടുത്തതിന്റെ ഒരു വിഷമമുണ്ട്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ്. സോ ഇത് 2-3 ദിവസത്തിലായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. ആദ്യമേ ഞാൻ പോയി ഷോറൂമിൽ പോയി നോക്കും 2-3 വണ്ടികളൊക്കെ. അപ്പൊ ആ ജേണിയിൽ നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വണ്ടി എനിക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികളിൽ പിന്നെ പ്രിയയുടെയും അമ്മയുടെയും ബാക്കിയുള്ളവരുടെ ഒക്കെ ചോയ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നെക്സോൺ വെച്ച് നമുക്ക് അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ട്രിപ്പ് ഒന്നുമില്ല. ആ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഒരു ലോങ് പോയത് ബാംഗ്ലൂരിലേക്കാണ്. അത് ശരിക്കും മടുത്തു. 3 തവണ 4 തവണ ചാർജ് ചെയ്താ പോയത്. അതുകൊണ്ട് പക്ഷെ സിറ്റിയിൽ ഐ വാസ് ഇൻ സോ മച്ച് ഇൻ ലവ് വിത്ത് ദാറ്റ് കാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു സിറ്റിയിൽ ഓടിക്കാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഹോപ്പ്ഫുള്ളി ഈ വ്ളോഗിന്റെ എൻഡിൽ നിങ്ങൾ അറിയാൻ പറ്റും ഏത് വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അറിയില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും ആദ്യമേ ഫസ്റ്റ് ഷോറൂമിലേക്ക് ഒന്ന് പോട്ടെ. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് ഷോറൂം, ഞാൻ ഫസ്റ്റ് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പേ ഞാനും പ്രിയ ആക്ച്വലി ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വി ലവ്ഡ് ഇറ്റ് സോ മച്ച്. അതാണ് ഞങ്ങളുടെ ബെഞ്ച് മാർക്ക്. അതിന് പറ്റിയ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് നോക്കാനാണ് പ്രിയനെ വിട്ടിരിക്കുന്നത്. അപ്പൊ 50 lakhs ആണ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നത്. ആൻഡ് ആ വണ്ടി ആണ് ഞങ്ങളുടെ ബെഞ്ച് മാർക്ക്. അതിന് നല്ലതായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കുറെ വലിയ വണ്ടികൾ ലൈക്ക് 1 crore 1.5 crore വണ്ടികൾ ഓടിക്കാനും ഇരിക്കാനുള്ള ഭാഗ്യം വന്നിട്ടുണ്ട്. ആ വണ്ടികളുടെ ആ വണ്ടികൾ പോലും ഈ വണ്ടിയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ 50 lakhs വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. അത്രയും അടിപൊളിയാണ്. ഒരു ചെറിയ ക്ലൂ വന്നു കഴിഞ്ഞാൽ അത് 2023 വേൾഡ് കാർ ഓഫ് ദി ഇയർ ഒക്കെ അവാർഡ് കിട്ടിയാണ്. സോ ആസ് ഓഫ് നൗ അതാണ്. എന്തായാലും ഭയങ്കര വണ്ടികൾ പോയി നോക്കാം. സോ ഫസ്റ്റ് ഞാൻ വന്നത് എവിടെയാണെന്ന് അറിയാം, MGയുടെ ഷോറൂമിലാണ്. കാരണം MGയുടെ ZS EV എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് വണ്ടിയുണ്ട്. അതിന് എനിക്കൊന്ന് 3 ലക്ഷം രൂപ എന്തോ കട്ട് ചെയ്തിട്ടുണ്ട് പ്രൈസ്. ഞാൻ പണ്ട് നെക്സോൺ എടുക്കുന്നതിന് മുമ്പ് അത് നോക്കിയായിരുന്നു. എന്റെ ബഡ്ജറ്റിന്റെ ഔട്ടായിരുന്നു. അന്ന് ആ ടൈമിൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ZS EV ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ ആ വണ്ടി ഒന്ന് കയറി കണ്ടു നോക്കട്ടെ, എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന്. ഇതെനിക്കൊന്ന് പുതിയ ഷോറൂം ആണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് നമ്മുടെ കളമശ്ശേരിയിലായിരുന്നു. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് സെന്റർ പോലെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വൈറ്റ്ലയുടെ അടുത്തായിട്ട്. എനിക്ക് കാണാനും വണ്ടി ഇഷ്ടമാണ്. റെഡ് കളർ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന വണ്ടി MGയുടെ ZS EV ആണ്, ഇലക്ട്രിക്. ഇത് ഏകദേശം ഒരു 400-350 റേഞ്ച് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിനുണ്ട് ഈ വണ്ടി. ZS EV ആണ്. എനിക്ക് ഇപ്പൊ തോന്നുന്നു ഏറ്റവും വാല്യൂ ഫോർ മണി ഉള്ള ഒരു EV ഇതാണ്. കാരണം അത്യാവശ്യം പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ്. കണ്ടോ, നല്ല ഭംഗിയില്ല ഇന്റീരിയർ. ടച്ച് സ്ക്രീന് നല്ല അത്യാവശ്യം വെൽ ബിൽട്ടും ആണ്. ഈ കുറച്ച് ലക്ഷറി ആയിട്ട് തോന്നും. AC ഒക്കെ കാണാൻ അടിപൊളിയാണ്. സൺറൂഫ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫീച്ചറാണ്. പക്ഷെ സൺറൂഫ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല കിടിലം വലിയ സൺറൂഫ് ഉണ്ട്. അതാണല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീച്ചർ. ഇതാണ് ഇതിന്റെ ബാക്ക് സീറ്റ് സ്പേസ്.
പക്ഷെ എനിക്ക് ബാക്ക് സീറ്റാണ് പ്രിയക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത്. ബാക്ക് സീറ്റിൽ ഇത് സ്പേസ് ഇത്രയാണ് വരുന്നത്. കുഴപ്പമില്ല, നെക്സോണെ കാട്ടി കുറച്ചും കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സ്പേസ് ഉള്ള വേണം. ഇത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓവറോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. സിറ്റിയിലേക്കൊക്കെ ഒരു സ്മോൾ ഫാമിലിക്കൊക്കെ അടിപൊളിയാണ്, പക്ഷെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ഉണ്ട്, നെക്സോണെ കാട്ടി സ്പേസ് ഉണ്ട്. പവേർഡ് സീറ്റ്സ് ഒക്കെ അല്ലേ? ഓക്കെ. ഉള്ള അത്യാവശ്യം 360 ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ എനിക്കൊന്ന് നല്ല വേർത്ത് ആട്ടെ ഈ വണ്ടി. ഈ പ്രൈസിന് MGZ CV ഉണ്ടല്ലോ, നല്ല വണ്ടിയാണ്. ഈ പ്രൈസ് കട്ടും കൂടെ വന്നപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടെന്ന്. സോ ഓൺ റോഡ് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ ഉള്ളത് 26 ലക്ഷം രൂപ വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് വർത്ത്. ഇത് പറയുന്ന റേഞ്ച് 450 ഒക്കെയാണ്, പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നു അതിനൊരു 350, 320 അല്ലെങ്കിൽ മാക്സിമം ഒരു 370 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ടാറ്റയുടെ ഷോറൂമിൽ പോയി നോക്കാം. വണ്ടി നോക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഏതായിരിക്കും എടുക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യട്ടാ, ഏതായിരിക്കും ഇതിലും എടുക്കുന്നതെന്നുള്ളത്. ഇതേ പോർഷയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അടുത്ത എപ്പോഴെങ്കിലും ഒരു പോർഷ എടുക്കണം എന്ന് എനിക്കും പ്രിയയ്ക്കും ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴെങ്കിലും സാധിക്കും, ഞങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും, അത് എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി അന്ന് വ്ളോഗ് ഉണ്ടെങ്കിൽ അന്ന് വ്ളോഗ് ചെയ്യുന്നതുമായിരിക്കും പോർഷെ. ഞാൻ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. XUV 700 ഒന്ന് നോക്കണം എന്നുണ്ട്, പിന്നെ മഹീന്ദ്രയുടെ XUV 400 EVയും അതും കൂടെ നോക്കണം എന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഇത് XUV 400 ആണ്. എൻ്റെ ബ്രദറിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇഷ്ടമായി. ഇപ്പം പക്ഷെ പുതിയ വണ്ടിക്ക് ഫീച്ചേഴ്സ് കൂടി വില പറഞ്ഞിട്ടുണ്ട്. അകമൊന്നും എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതും കൊള്ളാം, വൈറ്റ് ഇൻറ്റീരിയേഴ്സിൽ അത് സീറ്റ്സ് പോലെയൊക്കെയാണ്. വലിയ സ്ക്രീനുണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സൺറൂഫ് ഒരു പേര്, ചെറിയ സൺറൂഫ്. പക്ഷെ ഞങ്ങൾ കമ്പയർ ചെയ്ത വണ്ടി വെച്ച് ഇതൊന്നും കമ്പയർ ചെയ്യാം. ഒബ്വിയസ്ലി റേറ്റ് വ്യത്യാസമുണ്ട്, എന്നാലും കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒക്കെ പ്രശ്നം ഇത് കണ്ട, എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ എനിക്ക് ഒട്ടും സ്പേസ് ഇല്ല. ഇതെനിക്കൊന്ന് നെക്സോൺ ഇന്നെങ്കാട്ടി സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന് വളരെ സ്പേസ് കുറവാണ്. പക്ഷേ ഇൻറ്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്നൊരു സിറ്റി വൈസ് ഫാമിലിക്ക് ഓടിക്കണമെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കുഴപ്പമില്ലാന്ന് തോന്നുന്നു വണ്ടി. പക്ഷെ എനിക്ക് എന്തായാലും ഇത് പറ്റില്ല, തീരെ സ്പേസ് ഇല്ല. XUV 700 ആണ്. ഇതും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പം പെട്രോൾ ഡീസലിനോട് വലിയ താല്പര്യമില്ല. EV ഓടിച്ച് ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല വലിയ സ്ക്രീനുണ്ട്. എന്നാലും ഞാൻ നോക്കിയ വണ്ടിയുടെ അത്രയും സ്പേഷ്യസ് അല്ല ഇത്. ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പം എന്ത് സ്പേസ് ആയിരിക്കും ഞാൻ നോക്കിയ വണ്ടി. ഷോറൂമിൽ നിന്ന് ഇറങ്ങി. XUV 400 ഇസ് എ ഗുഡ് വെഹിക്കിൾ. ഭയങ്കര വാവൊന്നുമല്ല, എന്നാലും ഇറ്റ് ഇസ് ഗുഡ്. XUV 700 അടിപൊളിയാണ്. പക്ഷെ എനിക്ക് പറഞ്ഞില്ല, ആ വണ്ടി ഞങ്ങൾ ആദ്യമേ കണ്ട വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അടുത്ത് വരുന്നില്ല. ഞാൻ അതുമാത്രമല്ല, റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു യൂസ് കാർ ഷോറൂമിൽ പോയി. അവിടെയും കുറേ ലക്ഷറി വണ്ടി, നല്ല പുതിയ മോഡൽ ലക്ഷറി വണ്ടികളൊക്കെ നോക്കി. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം വണ്ടികൾ കിട്ടും. അവിടെ നോക്കിയിട്ടും ഈ ബഡ്ജറ്റിൽ വരുമ്പോൾ ഞങ്ങൾ നോക്കുന്ന വണ്ടിയുടെ അടുത്ത് എൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ ഇതൊക്കെ ഞാൻ പറയാം, ഒരു ബെൻസിൻ്റെ E ക്ലാസ്, റേഞ്ച് റോവറിൻ്റെ ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞ മോഡൽ, ലാൻഡ് റോവർ ഡിസ്കവറി, പിന്നെ മിനി കൂപ്പർ. ഈ കാണുന്ന ഒരു മിനി കൂപ്പർ കണ്ടു. ഇപ്പോഴേക്ക് മിനി കൂപ്പർ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. പക്ഷേ മിനി കൂപ്പറിൻ്റെ അകത്തെ സ്പേസും സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ പറയാം, അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഏതൊരു പോലും ബാക്കിലിരിക്കാൻ പറ്റില്ല. അതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ, ഒരു അങ്ങനത്തെ ഒരു 3 വണ്ടി ഉള്ളവർക്കൊക്കെ ഒരു വേറെ ഒരു വണ്ടിയായിട്ട്. പിന്നെ അപ്പോൾ ആ ഒരു സ്കോപ്പും സെക്കൻഡ് ഹാൻഡിലുള്ള ഒരു പ്രീമിയം വണ്ടി നമ്മൾ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ടാറ്റയുടെ ഷോറൂമിലും കൂടെ ഒന്ന് നോക്കട്ടെ, പഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എടുക്കില്ല, കാരണം എനിക്ക് അത്രയും ചെറിയ വണ്ടി താല്പര്യമില്ല. പക്ഷെ പഞ്ചും കൂടെ ഒന്ന് നോക്കട്ടെ. എനിക്ക് BMW ഷോറൂമിൽ പോയില്ല, കാരണം ഓൾറെഡി BM ഉണ്ട്. ബെൻസും മറ്റേ ഓഡിയുടെ ഒക്കെ ഷോറൂമിൽ പോയി, ഒടുക്കത്തെ വില. പിന്നെ ആ കൂടെ ഞാൻ കണ്ടത് ഈ റോയൽ ഡ്രൈവിൽ നല്ലൊരു ഓഡിയുടെ ഇലക്ട്രിക് കണ്ടു. പക്ഷെ അതുപോലും ഞാൻ നോക്കിയ വണ്ടിയുടെ അത്രയും സ്പേഷ്യസ് അല്ല. പക്ഷെ ഡബിൾ റേറ്റ് ആണ്. സ്പേഷ്യസും അല്ല, ടെക്കും ഇല്ല, അകത്തുള്ള ലുക്കും ഇല്ല. ഐ ലവ് ദ കാർ. എനിക്ക് ചിലപ്പോൾ അത് മനസ്സിൽ ഇഷ്ടപ്പെട്ടു പോയി കാണും. ഏത് കാറാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യും. എനിക്കൊന്നും ആർക്കും മനസ്സിലില്ലാത്തൊരു കാറായിരിക്കും. അത്രയും പോപ്പുലർ അല്ല, പക്ഷെ ആ വണ്ടി കയറിയ അതൊരു സംഭവമാണ്. ഇത് ടാറ്റയുടെ ഷോറൂമിലും കൂടെ ഒന്ന് കയറാൻ വിചാരിക്കും. പഞ്ചൊന്ന് കാണണമെന്നുണ്ട്. പിന്നെ പുതിയ നെക്സോണും പറ്റുമെങ്കിൽ ഒന്ന് അകമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണണേ. ഇതാണ് പുതിയ നെക്സോൺ EV. നമ്മുടെ പഴയത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊന്ന് ടോട്ടലി ഒരു പുതിയ വണ്ടി പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് പുതിയ നെക്സോണിന്റെ EV. ഇതിന്റെ അകമൊക്കെ ഭയങ്കര വ്യത്യാസം നമ്മുടെ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ ടോപ്പ് എൻഡ് ലോങ് റേഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്. പക്ഷെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈവൻ ഇന്റീരിയർ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ ഷൈനി പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, കാണാൻ നല്ലതാണെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും.
പക്ഷെ ഇതൊക്കെ ഒരു പോഷ് വണ്ടി പോലെ ഭയങ്കര വ്യത്യാസമുണ്ട്. ലൈക്ക് ഇറ്റ് ലുക്സ് മച്ച് മോർ റിച്ച്. എനിക്കൊന്ന് XUV 400 കാട്ടി കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ. സൺറൂഫ് ഒരു ചെറിയ സൺറൂഫാണ്. വെന്റിലേറ്റഡ് സീറ്റ്സ്, ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് കൂടി. പക്ഷേ അതുപോലെ കൂടി ഞാൻ വാങ്ങിയപ്പോൾ 15.5 ആയിരുന്നു നെക്സോൺ ഇവിടെ മിഡ് വേരിയന്റിന്. ഇതിനിപ്പം ഏകദേശം 21 ഒക്കെ വരുന്നുണ്ട്. അപ്പം ഏകദേശം 5-6 ലക്ഷം രൂപ കൂടി. പഞ്ചാണ് ഇപ്പോഴത്തെ തരംഗമായ വണ്ടി, പഞ്ചിന്റെ ഇവിടെ ലോങ് റേഞ്ച്. പക്ഷേ ഇത് കണ്ട, ഇതൊന്നും എനിക്ക് ഒട്ടും പറ്റാത്തൊരു വണ്ടിയാണ്. സ്പേസ് ഇസ് വെരി ലെസ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടം ഉള്ളതുകൊണ്ട് കംഫർട്ടായിട്ട് ഇരുന്ന് ലോങ് ഡ്രൈവ് ഒക്കെ പോകണമെങ്കിൽ ഇത് റേഞ്ച് ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ സീറ്റ് ഫുൾ ബാക്കാണ്, എന്നിട്ടും ഈ ഒരു സ്പേസേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇന്റീരിയേഴ്സ് ഒക്കെ ഭയങ്കര മോഡേൺ ആണ്, കമ്പാരിറ്റീവ്ലി ഭയങ്കര മോഡേൺ ആണ്. ഫീച്ചർ ലോഡഡ് ആണ്. ബാക്ക് പിന്നെ ഞാൻ കാണിക്കുന്നില്ല, കാരണം അത്രയും കുറച്ച് സ്പേസേ കാണുള്ളൂ. ചെറിയ വണ്ടിയാണല്ലോ, എന്നാലും ടാറ്റനെ സമ്മതിക്കണം. ഇത് 17 lakhs ആണ് ടോപ്പ് എൻഡ് ലോങ് റേഞ്ചിന് വരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 300, 250, 300 റേഞ്ച് ഒക്കെ ശരിക്കും കിട്ടും. ഇവർ പറയുന്ന എത്രയാണെങ്കിലും നമ്മുടെ ഒരു EVയുടെ എക്സ്പീരിയൻസിൽ പറയാം, കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇന്റീരിയേഴ്സ്. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഭംഗി. ഫുൾ സ്ക്രീനും ഇതൊക്കെ കണ്ട്, ഇത് ഫുൾ ഡിജിറ്റലാണ്, അല്ലാതെ ക്ലൈമറ്റ് കൺട്രോളിൽ ഇങ്ങനെ ടെമ്പറേച്ചർ ഒന്നും എഴുതിട്ടില്ല. ഓൺ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ ഡിജിറ്റൽ സ്ക്രീനൊക്കെ ആയിട്ട് വരുന്നത്. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക്, വണ്ടി കൊള്ളാം. പക്ഷെ സ്പേസ് വൈസ് ഭയങ്കര കുറവാണ്. ഇത് കണ്ട ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എല്ലാ വണ്ടികളും എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രാംഡ് ആണ്. ഒരു കുറച്ചു നേരം പോലും ഇരിക്കാം. വണ്ടി ഹണ്ടിങ് ഒരു 2 hours ഭാഗ്യത്ത് കൊച്ചിയിലെ എല്ലാ ഷോറൂംസ് അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ ചൂടെടുത്തിട്ട് പോയാ ഓടി ഞാൻ നടന്ന് കണ്ടു. മനസ്സിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ഒരു വണ്ടിയും വന്ന് കണ്ടിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന്റെ ഡബിള് പോകണം. ഡബിള് പോയാൽ പിന്നെയും ഞങ്ങളുടെ ഈ വണ്ടിയുടെ അത്രയും ഇഷ്ടപ്പെടുന്ന വേറൊരു വണ്ടി കാണുന്നുള്ളൂ. ഭയങ്കരമായിട്ട് അത് എനിക്ക് ഇഷ്ടമായി, പ്രിയക്ക് ഇഷ്ടമായി, അമ്മ കണ്ട് അമ്മയ്ക്ക് ഇഷ്ടമായി, ഡാഡിക്ക് ഇഷ്ടമായി, മമ്മിക്ക് ഇഷ്ടമായി, എല്ലാവർക്കും, അന്തൂനും ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ മിക്കവാറും അതായിരിക്കും. എന്തായാലും ഞാൻ പ്രിയയുടെ കൂടെ ഒന്ന് അഭിപ്രായം ഒന്ന് പറയാം കേട്ടോ. ലാസ്റ്റ് ഞാനിപ്പം വീട്ടിൽ പോവാണ്, പ്രിയയുടെ കൂടെ ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുക. വണ്ടി ഡെലിവറി എന്തായാലും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരു ട്രിപ്പൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ഈ ആ ഒരു എക്സൈറ്റ്മെന്റ് ഈ വണ്ടി കിട്ടുന്നവരെ അത് ഭയങ്കരമായിരിക്കും. അമ്പോ പ്രിയ, അങ്ങനെ ഞാൻ കാറുകളൊക്കെ പോയി നോക്കി. ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് നമ്മളെല്ലാരും കാണിച്ച് നമ്മുടെ എല്ലാരും അപ്രൂവ് ചെയ്ത കാറില്ലേ, അത് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് വെച്ചാണ് ഞാൻ ബാക്കിയുള്ള കാസൊക്കെ കമ്പയർ ചെയ്തത്. ഒന്നും അടുത്ത് വരുന്നില്ല. അത്രയും അടിപൊളിയായി നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇല്ല, കാരണം ആ കാറേ അത്ര പോപ്പുലർ അല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ടെസ്റ്റ് ഡ്രൈവ്സ് ഉണ്ട്, കുറച്ച് വണ്ടികളൊക്കെ, അതൊക്കെ നോക്കും. പക്ഷെ എനിക്ക് എന്റെ മനസ്സ് പറയുന്നത് മിക്കവാറും ഈ വണ്ടി തന്നെ ആയിരിക്കും. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ടോട്ടലി. അതെ, എന്ത് ട്രൈ ചെയ്താലും എനിക്ക് നമുക്ക് ഇതിനേക്കാളും വലുത് ട്രൈ ചെയ്താലും അതേ പറഞ്ഞു സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ ഏത് വണ്ടി അത് ആൾക്കാരോട് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കറക്റ്റ് ഗസ് ചെയ്യുന്ന കമന്റ് സെക്ഷനിൽ നോക്കണമെന്ന്. എനിക്ക് തോന്നുന്നില്ല ആരും ഗസ് ചെയ്യുന്നത്. ഇല്ല, കാരണം ഇത് അത്ര ആരുടെയും മാപ്പിൽ ഇല്ല ഈ വണ്ടി. പൊതുവെ പുതിയ ലേറ്റസ്റ്റ് വണ്ടി ഇറങ്ങിയതൊക്കെ നോക്കൂലേ, എന്നാലും അധികം ഓടാത്ത വണ്ടി അധികം വിറ്റുപോത്ത വണ്ടി. അതെ, അത് പറഞ്ഞാൽ മതിയല്ലോ. അതെ, എന്നാലും സൂപ്പർ. ഇനി അത് എടുക്കാൻ പോവാ. പ്രിയ ആയിരിക്കും അതിന്റെ മുതലാളി. ഞാൻ പറഞ്ഞു പ്രിയക്ക് മിനി കൂപ്പർ വേണമായിരുന്നു, അതുകൊണ്ടേ കാണിച്ചപ്പോ സമാധാനമായിരുന്നു. മിനി കൂപ്പർ എന്റെ ഹൃദയം തകർന്നു പോയി ഞാൻ കണ്ടപ്പോ. എന്റെ ആഗ്രഹമായിരുന്നു മിനി കൂപ്പർ. പക്ഷേ ഞാൻ കേറി കഴിഞ്ഞ അകത്ത് ഭയങ്കര ഭംഗിയാണ്, പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്, സ്റ്റൈലിഷാ. അകത്ത് തുറന്ന് കേറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലും കാണാൻ നല്ല ഭംഗിയാ, പുറകോട്ടൊന്ന് നോക്കിയാൽ പിന്നെ കെറുവിന് വണ്ടി എന്തോ അത് വേദന കൂടെ ഇരിക്കാൻ സ്ഥലമില്ല, അങ്ങനെ കാല് വെക്കാൻ പറ്റൂല. അങ്ങനെയാണ് ആ വണ്ടി, ഒരു സ്റ്റൈൽ, അങ്ങനത്തെ സ്റ്റൈലാണ്. പക്ഷെ അപ്പൊ അതെന്തായാലും കട്ടായി. എന്നാ പിന്നെ 2 seater ആക്കിയാ പോരെ, മതി. ശരിക്കും അതിന്റെ ആവശ്യമുള്ള. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ മറ്റേ വണ്ടി ഇപ്പൊ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി. അത് ഏതാന്ന് ഗസ് നോക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് ഡെലിവറി മതി, അല്ലെങ്കിൽ 1 മാസം വെറുതെ വണ്ടി കിടക്കില്ലേ. സോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയൊക്കെ വന്നാ പിന്നെ ദില്ലു ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു വരും വണ്ടി ഓടിക്കാൻ. അവിടെ ഒരു സമാധാനം കാണില്ല നമുക്ക്. ഓക്കെ, അപ്പൊ ആ വണ്ടി ഏതാന്ന് ആൾക്കാർ ഗസ് ചെയ്യട്ടെ. എന്തായാലും ഒരു ഹാപ്പി വ്ളോഗായിരുന്നു. കാരണം ആദ്യമായിട്ട് ക്ലൂ ഒന്നും വേണ്ട, സമയമുണ്ടല്ലോ. അതെ, അപ്പൊ ആദ്യമായിട്ട് പ്രിയ ഒരു കിടില വണ്ടി എടുക്കുന്ന ഒരു വ്ളോഗ് ഉടനെ വരും. ഓക്കെ, അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് വാങ്ങുന്ന ഫസ്റ്റ് കാർ എനിക്ക് തരുമോ ഇടയ്ക്കിടയ്ക്ക്? എനിക്ക് അത് കിട്ടിയിട്ട് വേണം കുറെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ.
എനിക്കറിയാം ആദ്യം അങ്ങോട്ടൊക്കെ പോണേ. ആദ്യം പോവും ബാംഗ്ലൂരിലേക്ക് അല്ല ചിന്ന വീട്. ചിന്ന വീട്ടിലേക്ക്. എല്ലാവർക്കും ചേട്ടന് ചിന്ന വീടോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. വേറെ കാർ ഏതെങ്കിലും കൂടെ ഒന്നും കൂടെ ഫിക്സ്ഡ് ആണിത്, മനസ്സ് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.